ഹായ് ഫ്രണ്ട്സ്, ബ്രെഡും പാലും ഉണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഒരു പുഡിംഗ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ ബ്രെഡും പാലും വെച്ചിട്ട് തയ്യാറാക്കിയിട്ടുള്ള ഒരു പുഡിംഗാണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഒന്ന് നോക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ ബ്രെഡ് 4ആയിട്ടൊന്ന് കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഈ ഒരു ബ്രെഡിൻ്റെ 4 ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ ഞാനൊരു 6 ബ്രെഡോളാണ് എടുത്തിട്ടുള്ളത്. 6 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഞാൻ ഇതുപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇവിടെ ഞാൻ 6 ബ്രെഡാണ് എടുത്തത്, 6 സ്ലൈസ്. അതിനിപ്പോൾ ഇത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഒരു പാനിലേക്ക് ഞാൻ കുറച്ച് ബട്ടർ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നെയ്യ് ഒഴിക്കുകയാണെങ്കിൽ എന്തായാലും ആ നെയ്യുടെ ആ ഒരു സ്മെല്ല്, ഒരു ചൊയ എന്തായാലും നിൽക്കും. അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ലത് ബട്ടർ യൂസ് ചെയ്യുന്നതാണ്. ഇനി ബട്ടർ ഇല്ലെങ്കിൽ നെയ്യും യൂസ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ഈ ബ്രെഡിൻ്റെ ഓരോ പീസും നമുക്ക് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്ത് 2 ഭാഗം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിവിടെ നന്നായിട്ടൊന്ന് റോസ്റ്റ് എടുക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ബാക്കിയുള്ള ബ്രെഡും ഇതുപോലെ തന്നെ റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ എല്ലാ ബ്രെഡ് സ്ലൈസും റോസ്റ്റ് ചെയ്തൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് നമുക്ക് ഒരു 1/2 ലിറ്ററോളം പാല് ഒന്ന് ചൂടാക്കിയെടുക്കണം. അതിന് മുൻപ് തന്നെ നമുക്ക് അതിലേക്ക് കുറച്ച് കസ്റ്റാർഡ് പൗഡർ, ഞാനിവിടെ പൈനാപ്പിൾ ഫ്ലേവർ കസ്റ്റാർഡ് പൗഡറാണ് എടുത്തത്. അതൊന്ന് പാലിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയം നമുക്ക് പാലിൽ ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ഞാൻ കുറച്ച് മിൽക്ക് മെയ്ഡ് ചേർക്കുന്നുണ്ട്. അത് വെറും ഓപ്ഷനിലാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ പാൽ ഏകദേശം ഒന്ന് ചൂടായി വന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് കസ്റ്റാർഡ് പൗഡർ കലക്കിയതുണ്ടായിരുന്നല്ലോ, അതൊന്ന് ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. ഇപ്പോൾ ഇത് നമ്മൾ കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് തന്നെ ഒന്ന് കുറുകി വരാൻ തുടങ്ങും കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ നേരത്തെ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു ബ്രെഡ് നമുക്ക് പുഡിംഗ് ട്രേയിലേക്ക് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിതൊരു 8 മണിക്കൂറോളമൊക്കെ വെക്കുന്നവരാണെങ്കിൽ, ഇപ്പം ഞാൻ ഈ ചെയ്യുന്നൊരു മെത്തേഡ് ചെയ്യേണ്ട. അതെല്ലാം നമ്മൾ പെട്ടെന്ന് തന്നെ സെർവ് ചെയ്യുന്നതാണെങ്കിൽ കുറച്ച് പാലൊന്ന് ചൂടാക്കിയിട്ട് ഓരോ ബ്രെഡിൻ്റെ സ്ലൈസിലും നമുക്കിതിങ്ങനെ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ പെട്ടെന്നൊന്ന് അതൊന്ന് കുതിർന്ന് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഏകദേശം ഒരു 8 മണിക്കൂറോളം വെക്കുന്നവരാണെങ്കിൽ ഇപ്പോൾ അങ്ങനെ ചെയ്യേണ്ടതില്ല. അപ്പോൾ എനിക്ക് പെട്ടെന്ന് തന്നെ സെർവ് ചെയ്യുന്നത് കൊണ്ട് ഞാൻ കുറച്ച് പാലൊന്ന് ചൂടാക്കിയിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള ആ ഒരു കസ്റ്റാർഡ് പാലിൻ്റെ ആ ഒരു മിക്സ് ഇതിൻ്റെ മുകളിലൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഇതിൻ്റെ മുകളിലൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ അത് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിൽ രണ്ടാമത്തെ ലെയറായിട്ട് ബാക്കി വന്നിട്ടുള്ള ബ്രെഡിൻ്റെ ആ സ്ലൈസും കൂടെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് ഈ ബ്രെഡിൻ്റെ സ്ലൈസ് ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് വീണ്ടും നമുക്ക് ബാക്കി വന്നിട്ടുള്ള കസ്റ്റാർഡിൻ്റെ ആ മിക്സും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒരു പുഡിംഗ് തയ്യാറാക്കാനായിട്ട്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് ഗാർണിഷ് ചെയ്യാൻ, അത് നിങ്ങളുടെയൊക്കെ ഓരോ ഇഷ്ടത്തിനനുസരിച്ചാണ്. ഞാനിവിടെ നട്ട്സ് വെച്ചിട്ടാണ് അതൊന്ന് ഗാർണിഷ് ചെയ്യുന്നത്. കുറച്ച് കാഷ്യൂനട്ടും കുറച്ച് ബ്ലാക്ക് റൈസിൻസും വെച്ചാണ് ഒന്ന് ഗാർണിഷ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ തയ്യാറാക്കി നോക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് അറിയിക്കുക. താങ്ക് യു.